ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. ഓരോ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാണ്. ആദ്യത്തെ കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണെന്ന് ആദ്യത്തെ കാർഡ് പറയുന്നു. അവരുടെ ഫാമിലി തന്നെയാണ് അവരെ നിങ്ങളിൽ നിന്നും മാറ്റിയിട്ടുള്ളത് എന്ന് കാർഡ് പറയാണ്. നിങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അവരുടെ ഫാമിലിക്കും കരിയറിനുമാണെന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയാണ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഇവിടെ അവരുടെ കരിയറിനെയാണ് കാണിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് ആവാം. രാവും പകലും അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത, ഒരു ദിവസം തന്നെ സേവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഓടുമ്പോൾ, നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയപ്പോൾ അവര് ഒരു ദിവസം പോലും സേവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലൂടെ പോയെന്നാണ്. ബിസി ലൈഫാണ് കാണിക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. അവരുടെ ഹാർഡ് വർക്കിനെ കാണിക്കുകയാണ്. 8 ഓഫ് പെൻറ്റക്കിൾ, മാസ്റ്ററിങ് സ്കിൽ എന്നാണ് കാർഡ് പറയുന്നത്. ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് അവർക്ക് ഫലം കിട്ടുന്നുണ്ട്. മെത്തോളജിക്കൽ പ്രോഗ്രസിനെയാണ് കാർഡ് പറയുന്നത്. അവരുടെ സോൾ പർപ്പസ് അവർ നേടിക്കഴിഞ്ഞു എന്നാണ്. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് അവരുടെ എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടില്ല നിങ്ങളുടെ പേഴ്സന്റെ എനർജി. ഇതുവരെയുള്ള കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫുൾ മൂണിന് ശേഷം നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യൂൻ ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് നാലാമത്തെ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ചില സമയത്ത് നല്ല രീതിയിൽ അവർ നിങ്ങളിലേക്ക് സംസാരിക്കാനും കാണുവാനും വരും. ചില സന്ദർഭങ്ങളിൽ വളരെ തണുപ്പ് പോലെ, കോൾഡ് ആയതുപോലെ ഫീൽ ചെയ്യും. നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു സ്വഭാവം അവരിലേക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്ന് തിരിച്ചറിവാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇന്ന് തിരിച്ചറിയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ റിഗ്രറ്റ് ആണ്. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. ഇന്ന് അവരെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ പെരുമാറ്റ രീതി, അവരുടെ സ്വഭാവം, അതൊക്കെ തന്നെയാണ് നിങ്ങളെ അവരിൽ നിന്നും വേർപിരിച്ചതെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇന്ന് അവര് വെയിറ്റ് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ തിരിച്ചുവരവിനായിട്ടാണ്. അത്രയേറെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെന്ന് അവരിന്ന് മനസ്സിലാക്കുകയാണ്. അവരുടെ അറ്റൻഷൻ ഇന്ന് നിങ്ങളിലേക്കാണ്. തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 8 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഒരു സക്സസിനെ കാണിക്കുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ, ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. അപ്കമിങ് പോസിറ്റീവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫുൾ മൂണിന് ശേഷം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ 8 ആഗ്രഹങ്ങളെയാണ് കാണിക്കുന്നത്. ആ ആഗ്രഹത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് 8 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. ആക്ഷൻ എടുക്കാണ്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളിലേക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത്രമേൽ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് നിങ്ങളിലേക്ക് സാധ്യമാകും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സ്വാർഡ്സ് റിവേഴ്സ് ആണ്. പാസ്റ്റിലെ ഓർമ്മകളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവരായിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് ഇത് നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണമെന്ന് യൂണിവേഴ്സ് പറയാണ്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ സ്നേഹത്തെയാണ്. തിരിച്ചറിവ് വരുമ്പോൾ പാസ്റ്റിലെ ഓർമ്മകളുമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് റിവേഴ്സ് കാർഡ് പറയുന്നത്. ഏസ് ഓഫ് സോർട്സ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളെ കാണിക്കുന്നു. ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട്. സത്യം അവർ അറിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വ്യക്തികളാണോ നിങ്ങളെയും അവരെയും തമ്മിൽ പിരിച്ചിട്ടുള്ളത് ആ വ്യക്തികളിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത്
നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ തന്നെയാണ്. മെമ്മറി ഓർ തോട്ട് എന്നാണ് കാർഡ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് പുതിയ തുടക്കമായിട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് പറയുന്നു. ഇവിടെ സൈക്കിൾ നിങ്ങളിലേക്ക് തിരിയാണ്. ട്രാൻസ്ഫോർമേഷൻ ആണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് റീബർത്ത് സംഭവിക്കുകയാണ്. ഈ ബന്ധം എവിടെയും എൻഡായി പോകില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. പുതിയ വിശ്വാസങ്ങൾ അവരിലുണ്ടാകുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധം സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നവർ തിരിച്ചറിയുന്നു. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അവയർനെസ് എന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് എത്തിക്കുകയാണ്. ആ ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ എനർജി, പോസിറ്റീവ് എനർജി ആണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി മാനിഫെസ്റ്റിംഗ് പവറിനെയാണ്, നിങ്ങളുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരെ നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇന്ന് നിങ്ങൾ അവരുടെ തിരിച്ചുവരവിനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നു. ആ സ്നേഹം തിരിച്ചറിയുകയാണെങ്കിൽ അവർ വരട്ടെ എന്നും നിങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് പോകുന്നത്. ഇന്ന് എന്തെന്നറിയില്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാസ്റ്റിലെ എനർജി നിങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് എൻഡ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് അവർ വരണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് സ്റ്റാർ ആണ്. വെയിറ്റിംഗ് എനർജിയാണ് പറയുന്നത്. നിങ്ങളും അവരും ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. എക്സ്പെക്ടേഷനെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യമാക്കി തരുന്നു എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രെയർ റൈറ്റ് പാത്താണെന്ന് പറയുന്നു. യൂണിവേഴ്സിനോട് പറയേണ്ടത് ഇത്ര മാത്രമാണ്: എന്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, നെക്സ്റ്റ് ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നെക്സ്റ്റ് കാർഡ് പറയുന്നത് 7 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയാണ് യൂണിവേഴ്സ് 7 ഓഫ് പെന്റക്കിളിലൂടെ കാണിച്ചു തരുന്നത്. അബണ്ടൻസിനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് പറയേണ്ടതെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടിയാണ്. നിങ്ങൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്, അവിടെ നിന്നും തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യമാക്കി തരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ കരിയറിൽ അവര് വളരെയേറെ തിരക്കിലാണ്. എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഫുൾ മൂണിന് ശേഷം ഇന്നത്തെ എനർജിയാണ് ഈ കാർഡ്സിലൂടെ നമ്മൾ നോക്കിയത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.